മഹാകുംഭമേളയ്ക്കെതിരെ വിമർശനം നടത്തിയ ഫുട്ബോളർ CK വിനീതിനെതിരെ വിമർശനവുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതാണ് വിനീതിന്റെ പരിഹാസത്തിന് പിന്നിലെന്ന് ശ്രീജിത്ത് പരിഹസിച്ചു. വിനീത് ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നും ശ്രീജിത്ത് കുറിക്കുകയുണ്ടായി. മഹാകുംഭമേളയിൽ പോയെങ്കിലും കുളിക്കാൻ താല്പര്യം തോന്നിയില്ലെന്നായിരുന്നു ഫുട്ബോളർ CK വിനീത് നേരത്തെ പ്രതികരിച്ചിരുന്നത്. വലിയ സംഭവമാണെന്ന് വിചാരിച്ചു പോയിട്ട് PR വർക്ക് മാത്രമാണ് താൻ അവിടെ കണ്ടതെന്നും CK വിനീത് വിമർശിച്ചിരുന്നു. CK വിനീതിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുംഭമേള ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള ഭയങ്കര സംഭവമൊന്നുമല്ല, വലിയ ആൾക്കൂട്ടമാണത്. വിശ്വാസികൾക്ക് പലതും ചെയ്യാനുണ്ടാകും. ഇത്രയും വൃത്തികെട്ട വെള്ളമുള്ളിടത്ത് എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല. ചൊറി വന്നിട്ട് തിരിച്ചു വരാനും താല്പര്യമില്ല. കുംഭമേളയിൽ ഞാൻ കണ്ടത് ഒരു ഭാഗത്ത് നാഗസന്യാസിമാരെയും മറ്റൊരു ഭാഗത്ത് കുളിക്കാൻ വന്ന ജനങ്ങളെയും അവരുടെ ജീവിത രീതിയുമാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് 40 കോടിയോളം ആളുകൾ വരുമെന്നറിഞ്ഞിട്ട് അവരെ ഉപജീവനമാർഗമാക്കിയവരെയാണ്. അവരാണ് എന്നെ ആകർഷിച്ചത്. ഇത്രയും ആളുകൾ വരാൻ വേണ്ടിയുള്ള PR വർക്ക് അവർ അവിടെ ചെയ്തിട്ടുണ്ട്. അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു സൗകര്യവും ചെയ്തിട്ടുമില്ല. വിശ്വാസികൾ ഞാൻ ഈ പറയുന്നതൊക്കെ എതിർക്കുമായിരിക്കും. അവർ നരേന്ദ്രമോദി കി ജയ്, യോഗി കി ജയ് എന്നേ പറയൂ. ഇത്രയുമായിരുന്നു വിനീതിന്റെ വാക്കുകൾ. ഇതിനു മറുപടിയായി ശ്രീജിത്ത് പണിക്കർ എഴുതിയത് ഇങ്ങനെയാണ്: കുംഭമേള വലിയ സംഭവമാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ ഒരു മുൻ ഫുട്ബോളർ ഒരു പരസ്യവേദിയിൽ വന്നിരുന്നു പറയുകയാണ് കുംഭമേള ഒരു വലിയ സംഭവമൊന്നുമല്ല എന്ന്. വെറും ആൾക്കൂട്ടം മാത്രമാണത്രേ. വിശ്വാസമുള്ളവർക്ക് അവിടെ പോയി വേണമെങ്കിൽ അമൃത സ്നാനം ചെയ്യാവുന്നതാണത്രേ, അല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ലെന്ന്. സ്നാനത്തിനല്ലാതെ കുംഭമേള പിന്നെ എന്തിനുള്ളതാണ് സേട്ടാ? വീഗാലാൻഡ് ആണെന്ന് കരുതിയാണോ സേട്ടൻ അങ്ങോട്ടേക്ക് വണ്ടി കയറിയത്? ഹോട്ടൽ ആണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ തളത്തിൽ ദിനേശന്റെ ആരാണ് ചേട്ടാ അങ്ങ്? ചേട്ടൻ ബാക്കി പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. കേന്ദ്ര സർക്കാരിനെ കൊട്ടാൻ കിട്ടുന്ന അവസരമൊന്നും ചേട്ടൻ കളയാറില്ലല്ലോ. ഗംഗയിൽ മുങ്ങി ചൊറി പിടിക്കേണ്ട എന്ന് കരുതി ചേട്ടൻ അവിടെ മുങ്ങിയില്ലത്രേ. എന്തായാലും കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിട്ടും അതിന് കൃത്യമായി പോകാതെ മുങ്ങി നടന്നതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന്റെ ചൊറി ചേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല. അഭയം കൊടുത്ത ഭൂതനെ പാടിപ്പുകഴ്ത്താൻ ചേട്ടന് ഒരു മടിയുമില്ല. എന്തായാലും ഭൂതന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് ചേട്ടനൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല ആമയിഴഞ്ചാൻ തോട്ടിൽ സംഭവിച്ചത്. ജീവൻ നഷ്ടപ്പെട്ട മലയാളിയുണ്ട് ചേട്ടാ ഇവിടെ. പേര് ജോയ് എന്നാണ്. കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന പരിഹാസത്തോടെയാണ് ശ്രീജിത്ത് പണിക്കർ ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.